നമ്മൾ മുമ്പ് കണ്ടപ്പോഴാണ് ബ്രെയിൻ റോട്ടിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഏകദേശം കുറച്ച് ഫിനോമിനാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നതും അതുപോലെ നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസൊക്കെ ജസ്റ്റ് ഓൺലി ഡെഡിക്കേറ്റഡ് ടു അവർ സോൾ സ്ക്രോളിങ് റീൽസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അടുത്തത് മനസ്സിലാക്കിയിരിക്കേണ്ട കൺസെപ്റ്റാണ് സ്ലീപ്പ്. യെസ്, സ്ലീപ്പ് ഈസ് വൺ ഓഫ് ദ miraculous thing that we are doing just very easily, that the gift that the almighty God gift has gifted us with. Because അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അത്രയും ഒരുപാട് നമുക്ക് സഹായകമാവുന്ന കുറേ സാധനങ്ങൾ നമുക്ക് സ്ലീപ്പിൽ ഉണ്ടാവുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാവുന്നത് എപ്പോഴാണ്? സ്ലീപ്പ് ഇല്ലാതായിട്ടുള്ള ആൾക്കാരെ നമ്മൾ നിരീക്ഷിക്കുമ്പോഴും പരീക്ഷിക്കുമ്പോഴുമാണ്. എന്തൊക്കെയാണ് സ്ലീപ്പ് ഇല്ലെങ്കിൽ, സ്ലീപ്പ് നഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലോങ് ടേം എഫക്ട്സ്, നോട്ട് ലൈക്ക് ഷോർട്ട് ടേം എഫക്ട്സ്. ഇന്നലെ ഞാൻ 3 മണിക്കൂറൊക്കെ കിടന്നുറങ്ങിയത് എന്നിട്ട് ഇന്ന് എനിക്കൊരു പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒബിയസ്ലി അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവും. അവർ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ലിറ്ററലി എന്താ, ദാറ്റ്സ് ഈസ് ഓർ ഹെർ അനക്ഡോട്ട്. ദിസ് ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ 3 മണിക്കൂർ കടന്നുറങ്ങണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ വി ഹാവ് ദ ബെസ്റ്റ് ഓപ്ഷൻ ദാറ്റ് ടു ഫോളോ ദി സയൻറ്റിഫിക് വേ. വാട്ട് ഈസ് സയൻറ്റിഫിക് വേ? സയൻറ്റിഫിക് വേ മീൻസ് ഇറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ് ഇൻ എ വെരി ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് ദെൻ ജസ്റ്റിഫൈഡ് ആസ് ദി വെരി ലിറ്റിൽ എറർ ഉള്ള ഒരു പാത്തായിട്ടാണ് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുക. ആൻഡ് obviously we can completely trust it and do it, and rest everything we are keeping it for our almighty God. So ഇവിടെ ആ ഒരു കാര്യം ഫസ്റ്റ് ശ്രദ്ധിച്ചതിന് ശേഷം രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് MBBS അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷൻ, അത് വെച്ചിട്ട് നമ്മൾ സ്ലീപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പഠിക്കും. അതിൻ്റെ ഒരു നമുക്ക് ഇമ്പോർട്ടൻസ്, നമുക്ക് എത്രത്തോളം സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആലോചിച്ചെടുക്കാൻ പറ്റും. സോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഐ എം ആദിൽ ഫ്രം GMC മഞ്ചേരി, സെക്കൻഡ് ഇയർ MBBS. സോ നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നമുക്ക് നോക്കി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പ്രൊഫഷൻ ഓഫ് MBBS ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സ്ലീപ്പ് ഇൻ ദ. സോ ലെറ്റ് സ്റ്റാർട്ട് റോളിങ് വൺ ബൈ വൺ. നമ്മുടെ മെയിനായിട്ട് കണ്ടൻറ്റ് മാത്രം നമ്മൾ നോക്കിയിട്ട് പോകുന്നത്, സ്റ്റഡീസിൻ്റെ പേരും അതുപോലെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താഴെ നമുക്ക് കാണാനും പറ്റും. ഓക്കെ, സോ ലിറ്ററലി സ്റ്റാർട്ടിങ് വിത്ത് അവർ പ്രീ ഡയബറ്റിക് ഇൻസുലിൻ റിസ്ക് എന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു 6 മണിക്കൂറിന് താഴെ കിടന്നുറങ്ങുന്ന പെർ നൈറ്റ് കിടന്നുറങ്ങുന്ന ഒരു മെഡിക്കൽ റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികതയാണ്. ഭൂരിഭാഗം ആൾക്കാർക്കും ഒരുപക്ഷെ ഇതായിരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ടത്. 6 മാസത്തിനുള്ളിൽ ദേ ഹാവ് എ വെരി ഹൈ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രീ ഡയബറ്റിക് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ അടുത്തത് അവൻ്റെ ഒരു സംഭവം എത്താൻ പോകുന്നവർക്ക് ഡയബറ്റീസില്ല, ഷുഗർ വരാനുള്ള ചാൻസ് അത്രയും കൂടുതലാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് തിങ് ഈസ് യുവർ ഹാർട്ട്. ദാറ്റ് ഈസ് യുവർ ഹാർട്ട് അറ്റാക്സ് റിസ്ക് ഈസ് വെരി വെരി ഹൈ ഇൻ ദോസ് ആരിലായിരിക്കും? മെഡിക്കൽ ഡോക്ടേഴ്സ് തന്നെയാണ്. എഗെയിൻ ഈ ഡോക്ടേഴ്സ് ഒരു 5 വർഷം നൈറ്റ് ഷിഫ്റ്റ് 5 വർഷത്തിൽ കൂടുതൽ എടുക്കുന്ന ഡോക്ടേഴ്സിൽ 40% ഹയർ റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്സ് കണ്ടുവരുന്നുണ്ട്. ആൻഡ് ഇത് ഹാർട്ട് അറ്റാക്സിൽ മാത്രം ഒതുങ്ങണമെന്നാണോ? അല്ല, നമ്മൾ സൂയിസൈഡ് റിസ്ക്, അതുപോലെ ഡിപ്രഷൻ റേറ്റ്സ് ഇതുവരെ നമുക്ക് നോക്കാൻ പറ്റും. അതായത് ഒരു 5 മണിക്കൂറിന് താഴെ പെർ നൈറ്റ് ഉറക്കം കിട്ടുന്ന ഡോക്ടേഴ്സിന് സ്റ്റഡീസ് പറയുന്നത് ഹാവ് 3 times മോർ ടെൻഡൻസീസ് ഓഫ് ഡിപ്രഷൻ റേറ്റ്സ് അത്രയും കൂടുതലാണെന്നാണ് അവരിൽ. മാത്രമല്ല ഒരു 2.5 times കൂടുതൽ ഒരു സൂയിസൈഡ് ടെൻഡൻസി ഇത്തരത്തിലുള്ള ഫെറ്റീഗ് റിലേറ്റഡ് ആയിട്ട്. നമുക്കറിയാം സ്വാഭാവികമായിട്ടും സ്ലീപ്പ് ഡിപ്രിവേഷൻ ഉണ്ടാകുമ്പോൾ ഫെറ്റീഗ് ഉണ്ടാകും. അപ്പോൾ ഫെറ്റീഗ് റിലേറ്റഡ് ആയിട്ട് എന്തുണ്ടാവും? ദർ ഈസ് സൂയിസൈഡൽ ടെൻഡൻസീസ് 2.5 times കൂടുതലാണ്. വിച്ച് മീൻസ് ഇപ്പോൾ ഈ 4 കണ്ടീഷൻ മാത്രം എടുത്ത് നോക്കുമ്പോൾ തന്നെ ഡയബറ്റീസ് ഉണ്ട്, ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, സൂയിസൈഡ് റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡിപ്രഷൻ റേറ്റ് ഉണ്ട്. ഈ ഇങ്ങനെ സീരിയസ് ആയിട്ട് നമ്മളെ ബാധിക്കും വെൻ ദ സ്ലീപ്പ് ഈസ് ലെസ് ദാൻ നമ്മൾ പറഞ്ഞ എമൗണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു കണക്ക് കൂടി എടുത്ത് നോക്കുകയാണെങ്കിൽ 24 hours സ്ലീപ്പ് ഡിപ്രൈവേഷൻ കഴിഞ്ഞ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, ഇനി ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഈസ് ആക്ച്വലി ഒരു 0.05% ആൽക്കഹോൾ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ 0.03 BAC, ദാറ്റ് ഈസ് ബ്ലഡ് ആൽക്കഹോൾ ബ്ലഡിൽ 0.03% ആൽക്കഹോൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഡ്രൈവിങ് ചെയ്യാൻ പറ്റില്ല. ഏത് വ്യക്തി ആയിക്കോട്ടെ, വണ്ടി ഓട്ടണമെങ്കിൽ 0.03% അല്ലെങ്കിൽ അതിന് താഴെ ആയിരിക്കണം ബ്ലഡിൽ ആൽക്കഹോളിൻ്റെ കണ്ടന്റ്. എങ്ങാനും പിടിക്കപ്പെട്ട് അതിന് മേലെയാണെങ്കിൽ ബാക്കി പോലീസുകാർ നോക്കിക്കോളും. വൈ? ദ റീസൺ ഈസ് ദാറ്റ് നമുക്ക് ജഡ്ജ്മെൻറ്റും കോർഡിനേഷനും നേരെ ചോദിച്ചാൽ നമ്മൾ നഷ്ടപ്പെടും. അപ്പോൾ 0.03% ആണെങ്കിൽ തന്നെ നഷ്ടപ്പെടും. അപ്പോൾ 0.05% ആണെങ്കിൽ എന്തായാലും അവിടെ ഒരു അബ്നോർമാലിറ്റി അല്ലേ ജഡ്ജ്മെൻറ്റിലും കാര്യങ്ങളിലും ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് തീർച്ച. ആ ആളെങ്ങനെയാണോ പെരുമാറുന്നത്, ഭയങ്കര വേഴ്സായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് പെരുമാറുക. അതിനേക്കാളും വേഴ്സറായിട്ടായിരിക്കും 24 hour സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ പെരുമാറുക എന്നുള്ളത് ഭയങ്കര വലിയൊരു റിയാലിറ്റിയാണ്. സ്റ്റഡീസ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സംഭവം. വിച്ച് മീൻസ് ദ ലെസൺ ഈസ് ദാറ്റ്
നമുക്ക് എങ്ങാനും ഒരു ചെറിയ ക്രൈസെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു 24 മണിക്കൂർ കടന്നുറങ്ങിയില്ല എന്താ പറ്റുകയെന്ന് നമ്മൾ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് തനി പൊട്ടത്തരമാണ് ആ ഒരു ചിന്ത എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ബിക്കോസ് വൈ യു ഹാവ് ദി സ്റ്റഡീസ്. നമ്മൾ 24 മണിക്കൂർ ഉറങ്ങാതെ ഇരുന്ന് നടന്ന ആൾക്കാരിൽ നമ്മൾ പരീക്ഷിച്ച് പ്രഡിക്റ്റ് ചെയ്ത അല്ലെങ്കിൽ സയൻസ് കണ്ടുപിടിച്ച സംഭവം നമ്മളടുത്ത് ഓൾറെഡി ഇരിക്കെ വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് മൈക്രോ സ്ലീപ്പ് പോലുള്ള ദുരന്തങ്ങൾ അത് വേറെയാണ്. ആക്ച്വലി മൈക്രോ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ 2 to 3 സെക്കൻഡ്സ് നമ്മുടെ ഹോൾ ബോഡി നമുക്ക് ഓക്കെ ആയിരിക്കും. പുറത്തുനിന്ന് കാണുമ്പോൾ അവൻ ഇപ്പോൾ ഒരു ലൈക്ക് ഫോർ എക്സാമ്പിൾ സർജൻ 24 hours ഇപ്പോൾ ഭയങ്കര സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ളൊരു സർജൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്രോ സ്ലീപ്പ് അടിച്ച് കഴിയുമ്പോൾ സർജൻ്റെ പണി നമുക്കറിയാം. അത്രയും പ്രിസൈസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പരിപാടി ജസ്റ്റ് 2 to 3 സെക്കൻഡ്സ് എന്ത് ചെയ്യുന്നു, അവൻ്റെ ബ്രെയിനൊന്ന് ഷട്ട് ഡൗൺ ആവും. പക്ഷെ അവൻ്റെ ബാക്കിയല്ല, അവനിക്ക് കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്, അവൻ നിൽക്കുന്നുണ്ട്, അവൻ കൈ വെച്ചിട്ട് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സമയത്ത് ജസ്റ്റ് ആ മൈക്രോ സ്ലീപ്പ് 2 to 3 സെക്കൻഡ്സ് ഒന്ന് ബ്രെയിൻ ഷട്ട് ഡൗൺ ആവും. ദാറ്റ് ഈസ് കോൾഡ് ആസ് മൈക്രോ സ്ലീപ്സ്. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ആൻഡ് ഇത് കാരണം കൊണ്ട് ഇത്ര ആ ഒരു സർജൻ്റെ ലൈഫ് തന്നെ ഒരു പക്ഷേ കംപ്ലീറ്റ് പോകാനുള്ള രീതിക്ക് ഒരു സംഭവമായിട്ട് മാറാം. സർജനാണ് ആൾ, അതുകൊണ്ട് എന്താ ഇമ്പാക്റ്റ് എന്ന് പറയണ്ടല്ലോ. മാത്രമല്ല ഡയഗ്നോസ്റ്റിക് എറേഴ്സ് അതൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, നമുക്കിപ്പോൾ ICUവിലുള്ള ഡയഗ്നോസ്റ്റിക് എറേഴ്സ് അല്ലാതെ ഡയഗ്നോസ്റ്റിക് എറേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പനിയായിട്ട് വരുന്ന ഒരാൾക്ക് ജലദോഷമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കുകയും പനിക്കുള്ള മരുന്ന് കൊടുക്കാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പനി മാറുമോ? ഇല്ല, അയാളുടെ അസുഖം മാറത്തില്ല. അത്തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് എറേഴ്സ് വെരി ഹൈലി പ്രോണായിട്ടും മാത്രമല്ല നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് വരെ അത്തരത്തിലുള്ള മെഡിക്കൽ സ്റ്റാഫ്സ് ആർ വെരി വെരി വൾണറബിൾ. ഇപ്പോൾ നീഡിൽ സ്റ്റിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചക്ഷൻ, നമ്മൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ അത് ഡോക്ടർ കൊടുക്കുന്ന സമയത്ത് ഡോക്ടറിൻ്റെ കൈക്ക് തന്നെ അറിയാതെ കുത്തുന്ന ഒരു പരിപാടി. അപ്പോൾ എങ്ങാനും അത് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകുന്ന ഒരുപാട് ഹൈ റിസ്ക്. വൈ? ബിക്കോസ് നീഡിലൂടെ വരുന്ന ബ്ലഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലഡ് എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് വരിക. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുമ്പോൾ ആ ബ്ലഡ് എടുക്കുന്ന സമയത്ത് ഓൾറെഡി ആ ബ്ലഡിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണെങ്കിൽ അത് ലൈക്ക് ആ ഒരു മെഡിക്കൽ സ്റ്റാഫിൻ്റെ പിന്നെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി മുഖേന ബോഡിയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ പിന്നെ കംപ്ലീറ്റ് ആ ഒരു ഇൻഫെക്ഷൻ ബ്ലഡ് സ്ട്രീം ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുന്നൊരു വെരി വെരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് ഇത് എത്തിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഡോക്ടർ തന്നെ ഇപ്പോൾ എത്ര നമ്മൾ ഉറങ്ങണം എന്ന് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് us. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് 3 ക്ലാസ്സായി തിരിക്കാം. വർക്കേഴ്സ്, സ്റ്റുഡൻസ്, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾസ്. അപ്പോൾ കുട്ടികൾസ് ആദ്യം പറയുമ്പോൾ ഭയങ്കര ഇൻഫൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ റെക്കമെൻഡ് അബൌട്ട് മാക്സിമം ഓഫ് 17 hours ഓഫ് സ്ലീപ്പ്, അല്ലെങ്കിൽ 11 to 17 എന്നൊക്കെ പറയും, 14 to 17 പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു CDC ഇറ്റ് ഈസ് ദിയർ റെക്കമെൻഡ് സ്റ്റാൻഡേർഡ്. ഇറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ദെയർ കംപ്ലീറ്റ് ഗ്രോത്ത് 80% ഓഫ് ബ്രെയിൻ പ്രൂണിങ്, ദാറ്റ് ഈസ് സിനാപ്റ്റിക് പ്രൂണിങ് എന്നറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ സ്വീപ്പിങ്ങിൻ്റെ ഒരു പരിപാടി, അതായത് വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും അത് വീക്കായിട്ടുള്ള കണക്ഷൻസ് ഒബിയസ്ലി കുട്ടികളാകുമ്പോൾ എക്സ്പോസ്ഡ് ടു സോ മച്ച് തിങ്സ്, സോ ദാറ്റ് സിനാപ്സസ് ആർ ഗോയിങ് ടു ഗെറ്റ് ഇംപ്രൂവ്ഡ്. അപ്പോൾ അതിലൊരു ഇടയിൽ കുറേ വീക്കായിട്ടുള്ള കണക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ആവശ്യമില്ലാത്ത കണക്ഷൻസ് അൺനെസസറി ആയിട്ട് അതിനൊക്കെ കളയുന്നൊരു ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അമേസിംഗ് ആയിട്ടുള്ളൊരു പ്രക്രിയയുടെ പേരാണ് സിനാപ്റ്റിക് പ്രൂണിങ്. ഇത് 80% നടക്കുന്നതും കുട്ടികളുടെ ഉറക്കത്തിലാണ്. വിച്ച് മീൻസ് ഉറക്കം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കുട്ടികൾസ്. ഓക്കെ, സോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 2 ക്ലാസ്, ദാറ്റ് ഈസ് സ്റ്റുഡൻസ് ആൻഡ് വർക്കേഴ്സ്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. 2 പേർക്കും 7 to 9 hours ഓഫ് സ്ലീപ്പാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ കുറേ അധികം ആശങ്ക വരും. കാരണം സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ എങ്ങനെ 7 മണിക്കൂറൊക്കെ ഉറങ്ങുക. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് 7 മണിക്കൂർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഐഡിയൽ എന്ന് പറയുമ്പോൾ നമ്മളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഒപ്റ്റിമലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡേ കംപ്ലീറ്റ് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി നമുക്ക് എന്തായാലും ഉണ്ടാവും. മിനിമം ഓഫ് അറ്റ്ലീസ്റ്റ് 6 എങ്കിലും വേണം. ബിക്കോസ് 6ൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ റിസ്ക് കുട്ടികളിൽ സ്റ്റഡിയിങ് സ്റ്റുഡൻസിൽ ഭയങ്കര കൂടുതലാണ്. ഇന്ന് നേരെ മറിച്ച് വർക്കിംഗ് ക്ലാസ്സൊക്കെ ആണെങ്കിൽ അഗെയിൻ 6 hours താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് റിസ്ക്, ദാറ്റ് ഈസ് കാർഡിയാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ കൂടുതൽ വരാൻ ചാൻസ് കൂടുതലാണ്. സോ ആ ഒരു മൈലേജ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം ഡെയിലി. ദാറ്റ് ഈസ് അവർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നൗ അപ്പാർട്ട് ഫ്രം നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക്, അതുപോലെ ഡിപ്രഷൻ, സൂയിസൈഡ്, ഡയഗ്നോസ്റ്റിക് എറേഴ്സിൻ്റെ ഒരു കാര്യം, പിന്നെ ഷുഗറിൻ്റെ ഒരു കാര്യം, ഡയബറ്റിക് ആവും. ഇതൊക്കെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഹിസ്റ്ററി തന്നെ നമുക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ട് ഉറക്കം വന്നില്ലെങ്കിൽ നമുക്കും കൂടി വരാമെന്നുള്ള ചാൻസ്. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ കൂടാതെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഫസ്റ്റ് തിങ് ഈസ് ഓൾവേസ് ദാറ്റ് സേവിങ്. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉറക്കത്തിലൂടെയാണ്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. ബിക്കോസ് ലൈക്ക് ഓൾവേസ് വെൻ വി ട്രൈ ടു ലുക്ക് അപ്പ് ഫോർ ദ തിങ്സ് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ സ്റ്റഡീസ്, അതായത് ട്രിക്സ് ആൻഡ് ടിപ്സൊക്കെ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും, ടെക്നിക്സൊക്കെ. പക്ഷേ നമ്മളെപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ് ഉറക്കം ഈസ് വെരി ഗുഡ് ഫോർ സ്റ്റഡിങ്. വൈ? ബിക്കോസ് കൺസൾട്ടേഷൻ മെമ്മറി, അതായത് ഷോർട്ട് ടേം ടു ലോങ് ടേം ആവുന്നത് ആക്ച്വലി ഇതിലാണ്. വിച്ച് മീൻസ് എത്രത്തോളം എന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു 8 മണിക്കൂർ വരെ ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട് ഒരു ദിവസമെങ്കിലും. അത്രയും റഫായിട്ടുള്ളൊരു ഷെഡ്യൂളൊക്കെ നമ്മളിട്ട് അത്രയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് റിട്ടൻഷൻ
കുറച്ച് നിൽക്കണമെങ്കിൽ നമ്മുടെ ഉറക്കം വളരെ കുറച്ച് കൂട്ടുന്നത് നല്ലതായിരിക്കും. അപ്പാർട്ട് ഫ്രം നമ്മളൊരു 6 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7.5 അല്ലെങ്കിൽ 8 മാക്സിമം ഒക്കെ ആക്കുന്ന രീതിക്ക് നമ്മുടെ മൈലേജ് നമ്മൾ കീപ്പ് ചെയ്ത് പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്പർ 2 ഈസ് ദ മിലിറ്ററി ക്യാമ്പ്. യെസ്, നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ മിലിറ്ററി ക്യാമ്പായിട്ട് നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ്, അതായത് ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡിഫൻസ് സിസ്റ്റം, അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഈ ഉറക്കത്തിലൂടെയാണെന്ന് പറയുമ്പോൾ ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് ലൈക്ക് എത്രത്തോളം എന്ന് വെച്ച് കഴിയുമ്പോൾ ഇതിൽ പറയുന്നത് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ പറയുന്ന 4 times മോർ ഒരു വൈറസ് എക്സ്പോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ സാധാരണ ഇപ്പോൾ ഒരു പക്ഷേ നമുക്കൊക്കെ അസുഖം വരാത്ത ആൾക്കാരാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എക്സ്പോഷർ ആയിട്ടുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ ബോഡിയിലത്തെ ഇമ്മ്യൂൺ സിസ്റ്റം കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്രയും സുഖമായ അസുഖം ഇല്ലാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ വൺസ് ആ വൈറസ് എക്സ്പോസ് ആയിട്ടുണ്ട് സ്റ്റിൽ നമുക്ക് അസുഖം വരാത്തത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ബിക്കോസ് ഓഫ് ദ. പക്ഷേ ഇത്തരത്തിൽ ഉറക്കമില്ലാണ്ടൊക്കെയാണ് നമ്മൾ പോകണമെങ്കിൽ 4 times മോർ റിസ്ക് ഓഫ് ഗെറ്റിംഗ് എ കോൾഡ്, അതായത് നമുക്ക് ജലദോഷം കിട്ടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. 4 times നമ്മൾ മോർ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഉറക്കം കമ്മിയായിട്ടുള്ള ആൾക്കാരാണ് പൊതുവിൽ എങ്കിൽ നമുക്ക് അതാണ് വൈറസ് എക്സ്പോസ് ആയിക്കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, നമ്മുടെ ബോഡിയിലത്തെ ഇമ്മ്യൂൺ സെൽസിന് അതിനെതിരെ പ്രവർത്തിക്കാൻ പറ്റില്ല. വൈ? ബിക്കോസ് ദേ ആർ അൺട്രെയിൻഡ്. ട്രെയിനിങ് നടക്കുന്നത് ഇവിടെ രാത്രി ഉറങ്ങുമ്പോഴല്ലേ, നമുക്ക് ഉറക്കം കമ്മിയല്ലേ, പിന്നെ എങ്ങനെ ട്രെയിനിങ് നടക്കുക? ട്രെയിനിങ് നടന്നില്ലെങ്കിൽ എങ്ങനെയാണ് അതിനെതിരെ പ്രതിരോധിക്കുക? ദാറ്റ് ഈസ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ആൾസോ വെരി ഗ്രേറ്റ്ലി എൻജോയ്ഡ് ബിക്കോസ് ഓഫ് ജസ്റ്റ് അവർ സ്ലീപ്പ്. സോ കമ്മിങ് ടു ഫൈനലായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സിലേക്കും കൂടി ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറ്റാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ ഒരു സാധനം നമ്മൾ എവിടെയെങ്കിലും എടുത്തു വെച്ചു, പിന്നെ നമ്മൾ രണ്ടാം മുറി അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കംപ്ലീറ്റ് നമുക്ക് മറക്കും എവിടെയാണ്, വിച്ച് മീൻസ് മറവി കൂടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ലിറ്ററലി നമുക്ക് അൽഷീമേഴ്സ് ഡിസീസ് നമുക്കറിയാം, മറവി ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന വയസ്സായിട്ടുള്ള ആൾക്കാരിലൊക്കെ പ്രത്യേകിച്ച് ബാധിക്കുന്ന ഡിസീസ് അൽഷീമേഴ്സ്. ഇതുപോലെ ഇത് നമുക്കിപ്പോഴും ബാധിക്കാനുള്ള ചാൻസ് വളരെ ചെറിയ പ്രായത്തിൽ പോലും ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ക്ലീനിങ് മെക്കാനിസം ബീറ്റ പ്ലാക്സ് എന്ന് പറയും. ആ സംഭവം ആക്ച്വലി നമ്മുടെ ബ്രെയിനിൽ അക്യുമുലേറ്റഡ് അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ മറവി ആക്ച്വലി വെരി 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 ഷുവറാണ്. അപ്പോൾ അത് തുടച്ചു മാറ്റിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് യു ആൻഡ് മീ ആർ ആക്ച്വലി സ്ലീപ്പിംഗ് ഡെയിലി. സോ അൽഷീമേഴ്സ് റിസ്ക് ഈസ് ഡിക്രീസ്ഡ് വെൻ വി ആർ സ്ലീപ്പിംഗ്, അതർവൈസ് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ്. പിന്നെ ഇവിടെ നമ്മൾ ഒബേസിറ്റി, ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പ് നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് ഫെറ്റീഗ് ഒരുപാട് നമുക്ക് ഫീൽ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഫെറ്റീഗിനെ നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, നമുക്ക് വിശപ്പ് കമ്മിയായിട്ടാണെന്ന് തോന്നിപ്പിക്കും. ദാറ്റ് ഈസ് ദി മെക്കാനിസം. നമുക്കിവിടെ ഗ്രലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാടധികം തിന്നാനായിട്ടുള്ളൊരു കൊതി വരികയും നമ്മൾ ഭയങ്കര വിശപ്പുണ്ടെന്ന് വിചാരിക്കുകയും ആ ഒരു ഫെറ്റീഗിനെ വിശപ്പൊക്കെ ആയിട്ട് ആകെ ഇൻ്റർമിക്സ് ചെയ്ത് കൺഫ്യൂഷനായിട്ട് ഒരുപാട് ഫുഡ് ഇൻടേക്ക് ഉണ്ടാവുകയും ആൻഡ് ദാറ്റ് ക്യാൻ ലീഡ് ഇൻ ടു ഒബേസിറ്റി. ഇൻ്റലക്ച്വൽ ഒബേസിറ്റി പരിചയപ്പെടുത്തിയപ്പോൾ നമ്മൾ ഫിസിക്കൽ ഒബേസിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇവിടെ നമുക്ക് ഒബേസിറ്റി നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നില്ലേ. ഓക്കെ, എഗെയിൻ ഒബേസിറ്റി അതുപോലെ അൽഷീമേഴ്സ് ഡിസീസ്, ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ട കാര്യമാണ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ് ഈസ് മൂഡ് സ്റ്റെബിലിറ്റി. അത് സീരിയസ്ലി അതിനെ എഫക്റ്റ് ചെയ്യും. മൂഡ് ഇൻസ്റ്റേബിൾ ആക്കാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മൾ കയറിച്ചാടി നമ്മളൊരു നെഗറ്റീവ് റെസ്പോൺസ് നമ്മൾ കൊടുക്കുകയോ എന്താ അങ്ങനെ ആ രീതിക്ക് നമ്മൾ ചൂടാവുകയും ആ രീതിക്കുള്ള ഒരു റെസ്പോൺസ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങാൻ മടിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇറ്റ് ഇസ് വൺ ഓഫ് ദ ഫാക്ടർ. സ്റ്റഡീസ് ഷോസ് ദാറ്റ് മോർ ദാൻ 60% അമിഗ്ഡല ഓവർ റിയാക്റ്റീവ് ആവുന്ന പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് സ്റ്റിമുലേക്ക് ഇഫ് ബേസിക്കലി നമ്മുടെ പ്രിയപ്പെട്ട ഉറക്കം അത് കമ്മിയാണ് എങ്കിൽ. സോ അതുകൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ലീപ്പ് ഈസ് സച്ച് എ ബ്ലെസ്സിങ് ഫ്രം ഓൾമൈറ്റി ഗോഡ് ദാറ്റ് വി ക്യാൻ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബെഡോ ഇല്ലെങ്കിൽ ജസ്റ്റ് എവിടെയും ബെഡും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കിടന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഓൾമൈറ്റി ഗോഡ് നോക്കിക്കോളാം. ആ രീതിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു തിങ്ങാണ്. എന്നിട്ടും ലിറ്ററലി സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ദ യങ് ക്ലാസ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഇതിനെ നമ്മൾ മിസ്യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് പണിയുണ്ടെന്ന് വെച്ചുകൊണ്ട് ഇതിനെ ഡിലേ ആക്കി നമുക്കൊരു ചിട്ടല്ലാതെ 6 മണിക്കൂർ ഉറങ്ങണം നമ്മൾ പഠിച്ചാൽ പിന്നെ 6 മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ എന്തൊരു മടിയാണ്. ഇത്രയും അധികം നമുക്ക് ലൈക്ക് ഇപ്പോൾ നമുക്ക് അവരോട് നമുക്ക് മനസ്സിലാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഷുഗർ വരണം, ഹാർട്ട് റിസ്ക് വരണം, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം അത് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒബീസ് ആവണം അവർക്ക്, പിന്നെ അൽഷീമേഴ്സ് പോലുള്ള മറവി പോലുള്ള രോഗങ്ങളൊക്കെ വരണം. അപ്പോൾ ഇതുപോലെ ബാക്കി കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ അവർക്ക് വരണം, അതേ അസുഖങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, യു ക്യാൻ ചൂസ് യുവർ വേ, ബട്ട് ദ ബെസ്റ്റ് എൻറ്റിറ്റി ഈസ് ജസ്റ്റ്
അത്രയും എളുപ്പമുള്ള പണി എന്തിനാ നമ്മൾ നിരസിച്ചുകൊണ്ട് വൈകിപ്പിക്കാനും ഒരു ചിട്ട ഇല്ലാതാക്കാനും നമ്മൾ നോക്കണത് എന്ന് ആലോചിക്കാം. സോ അടുത്തൊരു തവണ അടുത്തൊരു അനുഗ്രഹമായിട്ട് നമുക്ക് വീണ്ടും കാണാം, സംസാരിക്കാം. ആൻഡ് ടിൽ ദെൻ താങ്ക് യു സോ മച്ച്. ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ. ബൈ.